യിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. Praise the Lord. Praise the Lord. Hallelujah. 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 കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹാലേലൂയ. Hallelujah. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹാലേലൂയ. Hallelujah. ഹാലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷത്തിൽ കർത്താവ് നമുക്ക് തരുന്ന ആദ്യത്തെ വാഗ്ദാനം ഇതാണ്: ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നതാണ്. കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. സുവിശേഷം അവസാനിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ സുവിശേഷം അവസാനിക്കുന്നത് തന്നെ ഈശോയുടെ ഈ വാഗ്ദാനത്തോടുകൂടെയാണ്: ലോക അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കൈയടിച്ച് നന്ദി പറയാം. കർത്താവ് നമ്മോട് കൂടെയുള്ളത് കൊണ്ട് എന്താണ് ഗുണം? കർത്താവ് കൂടെയുള്ളത് കൊണ്ട് കർത്താവ് പറയുകയാണ്: നീ ഭയപ്പെടേണ്ട. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നീ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട. നീ ഈ ലോകത്തെ ഭയപ്പെടേണ്ട. നമുക്കറിയാം, ഡിസംബർ മാസം 25-ാം തീയതി ഛത്തീസ്ഗഡിലെ റായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അച്ഛൻ സന്ദർശിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്, താമസിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ 25-ാം തീയതി ഒരു ഷോപ്പിംഗ് മാളിൽ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിരുന്നു. പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിരുന്നത് സഹിക്കാൻ പറ്റാതിരുന്ന ആളുകൾ ആ ഷോപ്പിംഗ് മാളിലേക്ക് ഇരച്ചു കയറുകയും ആ പുൽക്കൂട് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന വസ്തുവകകളൊക്കെ തകർക്കുകയും ചെയ്തു. അതിന്റെ തലേ ദിവസം ഈ റായ്പൂരിൽ ബന്ദായിരുന്നു. എന്തിനു വേണ്ടിയുള്ള ബന്ദായിരുന്നു? ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ആരെങ്കിലും ബന്ദ് പ്രഖ്യാപിക്കുമ്പോ, ഹർത്താല് പ്രഖ്യാപിക്കുമ്പോ അതിന് കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവരുടെ കാരണം ഇതാണ്: പിറ്റേ ദിവസം ക്രിസ്തുമസ് ആണ്. അതുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കാൻ പാടില്ല എന്ന ഒരു കാരണം പറഞ്ഞ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഹർത്താൽ ആഘോഷിച്ചത്. ഹർത്താലല്ല, ബന്ദ് പ്രഖ്യാപിച്ചത്. അതുമാത്രമല്ല, ആ ദിവസങ്ങളിൽ അവിടെ കടകളിൽ, ഏതൊക്കെ കടകളിലാണോ ക്രിസ്തുമസിന്റെ ഉൽപ്പന്നങ്ങൾ, ക്രിസ്തുമസിന്റെ ആഘോഷത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള നക്ഷത്രങ്ങളും തിരുസ്വരൂപങ്ങളും ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ഉള്ള അലങ്കാരങ്ങളുമൊക്കെ വിൽക്കാൻ വെച്ചിരുന്നത് കടകളെല്ലാം തകർക്കുകയും അതെല്ലാം നശിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായ ഒരാഴ്ചയിലാണ് നമ്മൾ ഇന്ന് ഈ ന്യൂ ഇയർ ഈ ദേവാലയത്തിൽ ഇതുപോലെ തടിച്ചുകൂടി ആഘോഷിക്കുന്നത്. കൈയടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, പുൽക്കൂട് തകർത്തവർക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് അച്ഛൻ ഇത് ആദ്യമേ തന്നെ പറഞ്ഞത്. കാരണം അങ്ങനെ പുൽക്കൂട് തകർക്കാനിടയായതുകൊണ്ട് ക്രിസ്തുമസിന്റെ സന്ദേശം വളരെ വേറെ ആഘോഷങ്ങൾ നമ്മൾ ചെലവഴിച്ച് ആഘോഷങ്ങൾ നടത്താതെ തന്നെ ക്രിസ്തുമസിന്റെ സന്ദേശം എല്ലാവർക്കും കൂടുതൽ അത് വ്യക്തമായി കിട്ടി എന്നതാണ് ഈ ആക്രമണങ്ങൾ കൊണ്ടുണ്ടായ പരിണിത ഫലം. അതുകൊണ്ട് പുൽക്കൂട് തകർത്തവർക്ക് നന്ദി. അടുത്ത വർഷവും വരണമേ എന്നാണ് പറയാൻ. ഹല്ലേലൂയ. നമുക്കറിയാം, 2019 എടൂരിൽ ഒരു ജാഥ നടന്നു. എടൂരിലുള്ള പേരാവൂർ നിയോജക മണ്ഡലത്തിലുള്ള 11 പഞ്ചായത്തുകളുണ്ടെന്ന്, 11 പഞ്ചായത്തുകളിലും ഒരു വാഹന പ്രചരണ ജാഥ നടന്നു.
ആ ജാഥയുടെ മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു: ആവിലാസതൻ അടച്ചുപൂട്ടണം, അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു. അല്ലേ? ആ ജാഥ നിങ്ങൾ കണ്ടതല്ലേ? ആ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടതല്ലേ? ചേച്ചി കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അച്ഛന്റെ പെങ്ങളൂടെ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. 11 പഞ്ചായത്തുകളിലെ വാഹന പ്രചരണ ജാഥയും ഇവിടെ എടൂര് ഒരു പൊതുസമ്മേളനം അല്ലേ? പൊതുസമ്മേളനം നടത്തിയപ്പോ പോലീസുകാര് ആവിലാസത്തിന്റെ മുൻപിൽ നിരനിരയായിട്ട് നിൽക്കുകയാണ്, ഇത് ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. ഏറ്റവും മുതിർന്ന ആള് വന്നിട്ട് അച്ഛൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ആര് പറഞ്ഞു? അച്ഛൻ അവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ആവിലാസതൻ എല്ലാവരും അറിയാനിടയായത്. അറിയാത്ത 11 പഞ്ചായത്തുകളിലും പോസ്റ്റർ ഒട്ടിക്കുകയും വാഹന പ്രചരണ ജാഥ നടക്കുകയും ചെയ്തതുകൊണ്ട് പലരും, ആവിലാസതിനെ അറിയാത്ത പലരും അറിയാൻ കർത്താവ് ഇടവരുത്തി. അത് കർത്താവിന്റെ പദ്ധതിയാണ്. വീണ്ടും വരണമേ എന്നാണ് അച്ഛനെ അഭ്യർത്ഥിക്കാനുള്ളത്. അവരടുത്ത വല്ലതും നടത്തുമെന്ന് പറഞ്ഞെങ്കിലും നടത്തിയില്ല. വലിയ കഷ്ടമായിപ്പോയി. അപ്പോൾ അച്ഛനിത് പറഞ്ഞത് കർത്താവ് കൂടെയുണ്ട് എന്നതാണ്. ലോകത്തിന്റെ അവസാനം വരെ കർത്താവ് കൂടെയുണ്ട് എന്നതാണ്. കർത്താവ് ഇന്ന് ഈ പുതുവർഷം ആഘോഷിക്കുമ്പോൾ നമ്മോട് പറയുന്നത്: ഐ വിൽ ബി വിത്ത് യു ടിൽ ദി എൻഡ് ഓഫ് ദ ടൈം. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടാകും. നിന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്റെ കൂടെയുണ്ടാകും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് കൂടെയുണ്ടായിരുന്ന കർത്താവ് പത്രോസിനെ തലകീഴായി കുരിശിൽ തറച്ചപ്പോൾ എവിടെ പോയി? പൗലോസിനെ തലവെട്ടിക്കൊന്നപ്പോൾ എവിടെ പോയി? സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ എവിടെ പോയി? സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ദൈവം എവിടെ പോയി? കർത്താവിന്റെ വാഗ്ദാനങ്ങൾ ഈ ഭൂമിയുടെ അളവുകോല് കൊണ്ട് വെച്ച് മാത്രം അളന്നു നോക്കുന്നവർക്ക് ആ വാഗ്ദാനങ്ങൾ ഭോഷത്വമായി തോന്നാം. പക്ഷേ കർത്താവിന്റെ ഞാൻ നിന്നെ സംരക്ഷിക്കും, നീ പാതാളത്തിൽ നിപതിക്കാതെ, നീ പാപത്തിൽ വീഴാതെ, നീ പിശാചിന്റെ കരങ്ങളിൽ വീഴാതെ ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ഈ ഭൂമിയിലും സ്വർഗത്തിലും കർത്താവിന്റെ ഹൃദയത്തിൽ തന്നെ നമ്മൾ സംരക്ഷിക്കപ്പെടുമെന്നത് ഉറപ്പാണ്. നമുക്ക് പരിചയമുള്ള, നമുക്ക് മനഃപ്പാഠമായ ആ സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, കർത്താവിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലിത്തുടങ്ങുന്ന ആ സങ്കീർത്തനത്തിന്റെ 13 തുടങ്ങിയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്: നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ അവൻ ഞാൻ രക്ഷിക്കും. എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി അവനെ ഞാൻ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഉച്ചത്തിൽ വിളിക്കാം: ഈശോയേ, ഈശോയേ. കർത്താവിന്റെ രക്ഷ നമ്മൾ കാണും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉച്ചത്തിൽ വിളിക്കട്ടെ. വചനം പറയുകയാണ്: എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അവനും അവളും കർത്താവ് നൽകുന്ന രക്ഷ കാണും, കേൾക്കും, അനുഭവിക്കും. ഉച്ചത്തിൽ വിളിക്കാം. പ്രിയപ്പെട്ടവരെ, 121-ാം സങ്കീർത്തനം അതുപോലെ തന്നെയാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം
കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. നിന്റെ കാല് വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഒരു മണൽത്തരി നിന്റെ മേൽ വീഴാൻ കർത്താവിട വരുത്തുകയില്ല. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവിന് നമ്മോട് ഈ പുതുവർഷം ആരംഭിക്കുമ്പോൾ നമ്മോട് പറയാനുള്ളത്. ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്ക് തണലേകാൻ, നിനക്ക് ചൂടേകാൻ, മഴ പെയ്യുമ്പോ കൊടയായി നിൽക്കാൻ, വെയില് വരുമ്പോ തണലായി മേഘത്തൂണായി നിൽക്കാൻ, ഇരുട്ടിൽ അഗ്നിസ്തംഭമായി നിൽക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവ് എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്ക് എതിര് നിൽക്കും? കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അങ്ങനെ തണല് നൽകുന്ന, അങ്ങനെ ചൂട് നൽകുന്ന, അങ്ങനെ മാറോട് ചേർത്ത് പിടിക്കുന്നവന്റെ അൾത്താരയിൽ നിന്ന് നമുക്ക് ഒരു നാണയം വെഞ്ചിരിച്ചു വേണം. നമുക്ക് ഈ രാത്രിയിൽ ഈ അൾത്താരയിൽ നിന്ന് വെഞ്ചിരിച്ച ഒരു നാണയം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അതൊരു അടയാളമാണ്. എന്തിന്റെ അടയാളം? കർത്താവാണ് എന്റെ സമൃദ്ധി എന്ന് നമ്മൾ കർത്താവിനോട് ഏറ്റുപറയുന്നതിന്റെ അടയാളമാണ് ഈ അൾത്താരയുടെ മുമ്പിൽ നമ്മൾ കൈനീട്ടി ഒരു നാണയം മേടിക്കുന്നത്. ആളുകൾ ചോദിക്കുന്നു, ഇതിനെന്തെങ്കിലും മാന്ത്രിക ശക്തിയുണ്ടോ? ഉണ്ടോ? ഇല്ല എന്നാണ് അതിന്റെ ഉത്തരം. ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. ഇതെന്തെങ്കിലും പൂജാവിധികൾ ചെയ്തതാണോ? അല്ല എന്നാണ് അതിന്റെ ഉത്തരം. ഇതിലെന്തെങ്കിലും ഇതൊരു അന്ധവിശ്വാസമാണോ? ഇത് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസമാണ്. എന്താണ് ആ വിശ്വാസം? കർത്താവാണ് എന്റെ സമ്പത്തിന്റെ ഉറവിടമെന്ന് ഞാൻ എന്റെ കർത്താവിനോട് ഏറ്റുപറയുകയും ഈ ലോകത്തോട് ഏറ്റുപറയുകയും ചെയ്യുകയാണ്. എനിക്ക് ഉള്ളതെല്ലാം കർത്താവ് ദാനമായി നൽകിയതാണ്. ദാനമായി ലഭിച്ചതല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതുകൊണ്ട് എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും ഈ പുതുവർഷത്തിന്റെ ഈ രാത്രിയിൽ എത്ര കാത്തു നിന്നിട്ടാണെങ്കിലും, എത്ര ഉറക്കം നിന്നിട്ടാണെങ്കിലും, എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഓടിയെത്തും. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. ഒന്ന്. രണ്ട്, കർത്താവിന് നമ്മോടുള്ള കരുതലിന്റെ ഓർമ്മപ്പെടുത്തലുകൂടെയാണ്. കർത്താവാണ് നമ്മെ പരിപാലിക്കുന്നവൻ. ആരാണ് നിനക്ക് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൊവൈഡർ. ഹൂ ഈസ് ദ പ്രൊവൈഡർ ഓഫ് യുവർ ലൈഫ്? ഈശോയാണ് എന്റെ ജീവിതത്തിന്റെ പ്രൊവൈഡർ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഓരോ നിമിഷവും ഞാൻ ശ്വസിക്കുന്ന ശ്വാസം തുടങ്ങി, ഞാൻ കാണുന്ന കാഴ്ച മുതൽ ഞാൻ കേൾക്കുന്ന കേൾവിയും, ഞാൻ ഈ കാണുന്ന പ്രകാശരശ്മികള്, ശ്വസിക്കുന്ന ശ്വാസം, ഞാൻ ധരിക്കുന്ന വസ്ത്രം, എല്ലാം, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, അങ്ങനെ എല്ലാം എനിക്ക് എണ്ണി 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 ഞാൻ ചോദിക്കാതെ തന്നെ. ചോദിച്ചിട്ടാണോ ശ്വസിക്കാൻ വായു കിട്ടിയത്? ചോദിച്ചിട്ടാണോ കുടിക്കാൻ വെള്ളം കിട്ടിയത്? നമുക്ക് ഏറ്റവും ആവശ്യമായത്, ഏറ്റവും അടിസ്ഥാനപരമായത് തുടങ്ങി ദൈവം നമ്മൾ ചോദിക്കാതെ തന്നെ. നമ്മുടെ ഗുണം, നമ്മുടെ പുണ്യം കൊണ്ടാണോ നമുക്ക് ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്?
നമ്മുടെ ഗുണം കൊണ്ടാണോ? അല്ല, കർത്താവ് ഇങ്ങനെ സൗജന്യമായി നമ്മുടെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് കർത്താവാണെന്ന് എന്റെ വർഷങ്ങൾ, എന്റെ യുഗങ്ങൾ, എന്റെ കാലങ്ങൾ, എന്റെ ജീവിതം കർത്താവിൻ്റെതാണ് എന്ന് ഞാൻ വില കൊടുത്തു വാങ്ങപ്പെട്ടവനാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ശരീരത്തിൽ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്ന് 1 കൊരിന്ത്യർ 20 വചനത്തിന്റെ ഒരഭിഷേകവുമായിട്ടാണ് നമ്മൾ ഈ തിരുനടയിൽ ആവിലായിലെ ഈ അത്ഭുതങ്ങളുടെ അടയാളങ്ങളിലൂടെ ദൈവം നിരന്തരം വചനം സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഈ രാത്രിയിൽ ഇരിക്കുന്നത്. കർത്താവ് എന്റെ ജീവന്റെ ശക്തിയും ബലവും സർവസ്വവും ഇനി കളന്നു കിട്ടിയിരിക്കുന്ന ശ്രേഷ്ഠമായ ഓഹരിയും എന്റെ കർത്താവാണ്, എന്റെ കർത്താവാണ്, എന്റെ കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. ശിരസിന് മുകളിൽ കരമുയർത്തി കരമടിച്ച് അത് ഏറ്റുപറയട്ടെ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ അഭിമാനമാണ്, കർത്താവ് നമ്മുടെ ആവേശമാണ്. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഓടി വരാൻ നമുക്ക് വിശ്വാസം മാത്രം പോരാ. വിശ്വാസമുള്ള ഒത്തിരിയേറെ പേരുണ്ട്. പക്ഷെ വിശ്വാസത്തിന് ആവേശമുണ്ടെങ്കിലേ നിനക്ക് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഓടി വന്ന് മണിക്കൂറുകൾ അവിടത്തെ കണ്ട് മണിക്കൂറുകൾ മടുപ്പുകൂടാതെ അവിടത്തെ ആരാധിക്കണമെങ്കിൽ നിന്റെ വിശ്വാസത്തിന് ആവേശമുണ്ടാകണം. പൗലോസ് അതിനെ കുറിച്ച് ഇങ്ങനെ പറയും: തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിനെന്ന്. ഹല്ലേലൂയ. അല്ലേ? ആ തീഷ്ണതയിൽ മാന്യം കൂടാതെ നമ്മൾ കരമടിക്കുകയാണ്. തീഷ്ണതയിൽ മാന്യം കൂടാതെ ഉച്ചത്തിൽ വിളിക്കുകയാണ് ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ തീഷ്ണത എന്നും ഉണ്ടാകണമെന്നാണ് അച്ഛൻ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇയർ എൻഡിങ്ങിന് മാത്രമല്ല, കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് വിതരണം ചെയ്യപ്പെടുന്നത് സാമ്പത്തിക മെച്ചപ്പാടുകളുടെ ചില അടയാളങ്ങൾ മാത്രമല്ല. ഇവിടെ നിന്ന് വിതരണം ചെയ്യപ്പെടുന്നത് നിന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന വചനം കൂടെയാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതുകൊണ്ട് ഇന്ന് കൂടിയിരിക്കുന്നവരോട് അച്ഛൻ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്താൻ കൂടെ ഈ അവസരം ഉപയോഗിക്കട്ടെ. എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടലുണ്ട്, ഒരുമിച്ച് ഏകദിന ശുശ്രൂഷയുണ്ട്. ഇവിടെ നിന്ന് ആശീർവദിച്ച് നൽകപ്പെടുന്നത് വചനത്തിന്റെ വിത്തുകളാണ്, വചനത്തിന്റെ മുത്തുകളാണ്, വചനത്തിന്റെ നിധികളാണ്, ദൈവസ്നേഹത്തിന്റെ ചൂടും ചൂരുമാണ്. നമ്മൾ ഇവിടെ അഭ്യസിക്കുന്നത്, ഈ ആലയത്തിൽ അഭ്യസിക്കുന്നത് എങ്ങനെ ഈ ഭൗതിക ജീവിതം കൂടുതൽ സമ്പന്നമാക്കാമെന്നല്ല. നമ്മളിവിടെ പഠിക്കുന്നത് നമ്മൾ എങ്ങനെ കുറെ കൂടെ ഈശോയെ പോലെ ആയിത്തീരാം എന്നതാണ്. ഈ ആലയത്തിൽ നടക്കുന്ന പരിശീലനം എന്ന് പറയുന്നത് എപ്രകാരം നമുക്ക് സ്വർഗത്തിന് ചേർന്ന മനുഷ്യരായി ഈ ഭൂമിയിൽ ജീവിക്കാം എന്ന അധ്യയനമാണ്. ആവില പള്ളി ഒരു കലാശാലയാണ്. അതൊരു കലാശാലയാണ്. എന്താണ് ഇവിടെ പഠിക്കുന്നത്? എങ്ങനെ നിനക്ക് ദൈവത്തെ നോക്കിക്കൊണ്ട് ജീവിക്കാം, എങ്ങനെ നിന്റെ ജീവിതത്തെ നിനക്ക് രൂപാന്തരപ്പെടുത്താം, എങ്ങനെ ദൈവത്തിന്റെ മഹത്വം, ഈ ഭൂമിയുടെ മഹത്വമല്ല, എങ്ങനെ നിനക്ക് ദൈവത്തിന്റെ മഹത്വം സ്വന്തമാക്കാം, എങ്ങനെ ഈശോയെ പോലെ ആയിത്തീർന്ന് നിന്റെ ജീവിതത്തിന്റെ സാഫല്യം, നിന്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായ ദൈവത്തിൽ ലയിച്ചു ചേരുക എന്ന ആ ലക്ഷ്യം എങ്ങനെ, ആ ലക്ഷ്യപ്രാപ്തിയിൽ എങ്ങനെ എത്തിച്ചേരാം എന്ന് നമ്മൾ പഠിക്കുന്ന ഒരു സർവകലാശാലയാണ് ഈ ആവില പള്ളി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൂടെ ഇവിടെ ഓർത്തെടുക്കുന്ന സത്യം, മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം, മനുഷ്യ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്നാണ്.
അങ്ങനെ ദൈവീക ജീവനിൽ ലയിച്ചു ചേരണമെങ്കിൽ നമ്മൾ ഈശോയെ പോലെ ആയിത്തീരണമെന്നാണ്. അവനാണ് സത്യവും വഴിയും സത്യവും ജീവനും. അവനിലൂടെ അല്ലാതെ ആരും ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നില്ല. ഈശോയിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും, അവൻ ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ടവനായാലും പെട്ടവളായാലും, ഈശോയിലൂടെ അല്ലാതെ ഒരാളും ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നില്ല. അതുകൊണ്ട് ഈശോയെ പോലെ ആയിത്തീർന്നുകൊണ്ട് ദൈവീക ജീവനിൽ ലയിച്ചു ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തെ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുകയാണ്, നിരന്തരം പഠിക്കുകയാണ്, നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാനും ആരാധിക്കാനുമാണ്. ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിന്റെ ജീവിതം ഫലശൂന്യമായ ജീവിതമാണ്, പാഴായിപ്പോയ ജീവിതമാണ്. നീ എത്രമാത്രം ദൈവത്തെ ആരാധിക്കുന്നുവോ അത്രമാത്രം നിന്റെ ജീവിതം ഫലപൂർണമായ ജീവിതമാണ് മാറും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഒരു വാഗ്ദാനം ഇങ്ങനെയാണ്: നിങ്ങൾ എന്റെ അടുക്കൽ വന്നിരുന്ന് എന്നെ ആരാധിക്കാൻ എത്രമാത്രം സമയം ചെലവഴിക്കുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ പ്രാപ്തിയുള്ളവരാകുമെന്ന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാപ്തിയുള്ളവരാകണമോ? വിജയിക്കണമോ? ജീവിതത്തിൽ സമൃദ്ധി വേണമോ? വേണം. എങ്കിൽ ഈശോ പറയുകയാണ്, നിങ്ങൾ എത്രമാത്രം എന്റെ അടുക്കൽ വരികയും എന്നെ ആരാധിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നുവോ അത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ പ്രാപ്തിയുള്ളവരും വിജയിക്കുന്നവരും വളരുന്നവരും ഉയരുന്നവരുമായി മാറുമെന്ന് ഇതൊരു വാഗ്ദാനമാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഈ അൾത്താരയിൽ നിന്ന് ആശീർവദിക്കപ്പെട്ട നാണയവുമായിട്ട് മടങ്ങിപ്പോകുമ്പോ, നമ്മുടെ വാഹനങ്ങളൊക്കെ ഇന്ന് ശുശ്രൂഷ കഴിയുമ്പോ ഈ പുതുവർഷ പുലരിയിലേക്ക് ഈ അൾത്താരയുടെ സുഗന്ധത്തോടുകൂടെ, ഈ അൾത്താരയുടെ വെളിച്ചത്തോടുകൂടെ ആശീർവദിക്കപ്പെട്ട വാഹനങ്ങളുമായി ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോ, പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം: ഞാൻ എന്റെ പരമാവധി സമയം ഈശോയോട് കൂടെയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും. അങ്ങനെ എന്റെ ജീവിതം പ്രാപ്തിയുള്ളതായി, സഫലമായ ജീവിതമായി, ലക്ഷ്യത്തിലെത്തുന്ന ജീവിതമായി മാറും എന്ന ഒരു ബോധ്യത്തോടുകൂടെയും തീരുമാനത്തോടുകൂടെയും വേണം ഇന്ന് ഈ തിരുനടവിട്ട് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയേ. കണ്ണുകളടക്കം.